പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 13 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗ്ഗപിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് സൂക്ഷിച്ചു. സ്തോത്രം അപ്പ, സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോട് പറ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്കൊരുമിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ തന്ന ഈ സമയമാണ്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവിന് നന്ദി പറഞ്ഞു. അപ്പം ഞങ്ങളോടുള്ള ഞങ്ങളുടെ ദയക്കായിട്ട് സ്തോത്രം. കർത്താവ് ഒരു വെള്ളിയാഴ്ച പ്രഭാതം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ മഹാകരുണയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഓരോ നാളും ഞങ്ങളോട് കാണിക്കുന്ന വലിയ ദയക്കായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാണ്. അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. അങ്ങ് മാറാത്തവനാകുന്നു, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാണ്. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്തു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ മക്കൾക്കായിട്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവർ എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവിക പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവുണ്ടാകട്ടെ. ദൈവദൂതന്മാരുടെ കാവലുണ്ടാകട്ടെ. സ്വർഗീയ സാന്നിധ്യം ഇവരുടെ കൂടെ അനുഭവിക്കട്ടെ. ഞാൻ ഇവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ നിറയ്ക്കണമേ. അനേകർക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കാൻ കർത്താവെ അങ്ങ് ഇവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രാജ്യം തൻ്റെ കുഞ്ഞുങ്ങളിലൂടെ വളരുവാൻ ഇടവരട്ടെ. ഇവരിലൂടെ അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ ഇടവരട്ടെ. ഹല്ലേലൂയ. വലിയ ഉണർവിന് വേണ്ടി തൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രോഗങ്ങൾ മാറി നിൽക്കട്ടെ. പ്രത്യേകിച്ച് കാൽ മുട്ടുകൾക്കുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. കാൽമുട്ടുകളുടെ വേദന കാരണം ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള പ്രയാസം, ആമേൻ, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറി കാൽമുട്ടുകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ആമേൻ ആമേൻ. ആരോഗ്യം അത്ഭുതകരമായ ദൈവിക ദാനമാണ്. അത് യേശുവിൻ്റെ നാമത്തിൽ ഡിവൈൻ ഹെൽത്ത് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ. സാമ്പത്തികമായ ആവശ്യങ്ങളിൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. ജോലിയിൽ അവർക്ക് ഉയർച്ച ഉണ്ടാകട്ടെ. ബിസിനസ് ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. ബിസിനസ്സിൽ അവർക്ക് മുന്നേറ്റങ്ങൾ ഉണ്ടാകട്ടെ. ദൈവിക അഭിവൃദ്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവേ, ആമേൻ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. കർത്താവരെ അനുഗ്രഹിക്കണം, ആദരിക്കണം, മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് നടക്കുന്ന എല്ലാ സഭായോഗങ്ങളെയും, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണം. അഭിഷിക്തന്മാരെ ഉപയോഗിക്കണം. ദൈവജനത്തെ സൂക്ഷിക്കണം. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടവരണം. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ സഭായോഗത്തിനായിട്ടും സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കൃപമേൽ കൃപ പകരണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭായോഗം ഇന്ത്യൻ സമയം 9:30 ആരംഭിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും തക്ക സമയത്ത് പങ്കെടുക്കുക, പ്രാർത്ഥിച്ചു പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ദൈവിക അനുഗ്രഹങ്ങൾക്ക് ഇത് കാരണമായി തീരും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ് ഇന്ന് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനം. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അതറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവരായിരിക്കട്ടെ. ഇത് ദൈവിക ജ്ഞാനത്തെയാണ് ഓർപ്പിക്കുന്നത്.
ഡിവൈൻ വിസ്ഡം, ദൈവിക ജ്ഞാനം. എല്ലാവരും പറഞ്ഞിട്ട് ദൈവിക ജ്ഞാനം. പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവത്തിൻ്റെ മക്കൾ ദൈവിക ജ്ഞാനത്തിൽ ജീവിക്കണം. നമ്മളിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് അങ്ങനെ ജ്ഞാനം തരണമേ, ജ്ഞാനം തരണമേ, ജ്ഞാനം തരണമേ എന്ന് പ്രാർത്ഥിക്കും. നല്ല പ്രാർത്ഥനയാണ്. പക്ഷേ ദൈവവചനത്തിലൂടെയാണ് നമുക്ക് ജ്ഞാനം തന്നിരിക്കുന്നത്. നമ്മൾ ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനമായി മാറും. ആമേൻ. നിൻ്റെ വചനം എന്നെ എൻ്റെ ഗുരുക്കന്മാരെക്കാൾ ബുദ്ധിമുള്ളവനാക്കുമെന്നാണ് 119 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളെ പ്രായമുള്ളവരെക്കാളും എക്സ്പീരിയൻസ് ഉള്ളവരെക്കാളും ഒക്കെ നമ്മളെ മികവുള്ളവരാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ഇതിനകത്തൂടെ നമ്മളിന്ന് പഠിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു കൃപയാണ്. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അവർക്കൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇന്ന് നിങ്ങളിത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇത് കേൾക്കാത്തവരോട് പറഞ്ഞു, ഈ വചനം ഒന്ന് വായിക്കാൻ പറയണം, ഈ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതായത് ഈ വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവികമായ സ്പെഷ്യൽ കാര്യങ്ങൾ, അതായത് വീണ്ടും ജനനപ്പിക്കപ്പെട്ട ദൈവത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ. ഒന്ന് കേൾപ്പാൻ വേഗത വേണം. ആമേൻ. നമ്മൾ ആര് നമ്മളോട് സംസാരിച്ചാലും നമ്മൾ കേൾക്കാൻ നമുക്ക് എന്ത് വേണം? കെയർഫുള്ളി. വേഗത എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ കേൾക്കണം, ചെവി കൂർപ്പിച്ച് കേൾക്കണം. ദൈവവചനം കേൾക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. അത് എന്തിനെ കാണിക്കുന്നു? അതൊരു ഹ്യൂമിലിറ്റിയെ കാണിക്കും. നമ്മളൊരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അശ്രദ്ധരായിട്ട് സംസാരിക്കുകയും നമ്മൾ കയറി അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്വഭാവത്തെ അത് ദോഷമാണ്. അത് ഒരു വിസ്ഡമല്ല. ദൈവിക വിസ്ഡം പറയുന്നത് നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റോടുകൂടെ കേൾക്കണം. അതുമാത്രമല്ല ആമേൻ, അതിനിടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. 2 അവിടെ പറയുക, അതുകൊണ്ടാണ് നമുക്ക് കർത്താവ് 2 ചെവി തന്നിരിക്കുന്നത്. എന്തിനാ? കേൾക്കാനാ 2 ചെവി. 2ാമത്തെ വിസ്ഡം അവിടെ പറയുന്നത് പറവാൻ താമസം. അപ്പം നാക്കൊന്നേ ഉള്ളൂ, ചെവി 2 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചാടിക്കയറി പറയരുത്. നമ്മൾ ആലോചിക്കണം, പ്രാർത്ഥിക്കണം. മനസ്സിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ടേ ഒരു മറുപടി പറയാവുള്ളൂ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കയറി സംസാരിക്കരുത്, ഒത്തിരി സംസാരിക്കരുത്. സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, വാക്കു പെരുകിയാൽ ലംഘനമുണ്ടാകും, പാപമുണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വളരെ കുറച്ച് സംസാരിക്കാൻ തയ്യാറാകുക. അങ്ങനെയെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഒത്തിരി കലഹങ്ങളെ നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റും. അതുപോലെ 3ാമത്തെ കാര്യം എന്നാ പറയുന്നത്? സ്ലോ ടു ആങ്കർ. എന്തിനാ? കോപിക്കാനും നമുക്ക് എന്തുണ്ടാകണം? താമസം ഉണ്ടാകണം. ആമേൻ. നമുക്ക് പെട്ടെന്ന് കയറി ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കയറി കോപിക്കരുത്. നമ്മളെ തന്നെ അവിടെ കൺട്രോൾ ചെയ്യണം. ഈ വായെ കൺട്രോൾ ചെയ്യുക, കോപത്തെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി. നമുക്കിപ്പോൾ ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമുക്കങ്ങ് ദേഷ്യം വന്ന് നമ്മൾ വായി കയറുന്നത് എല്ലാം വിളിച്ചങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ ഈ പറഞ്ഞ വാക്കുകളൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തു പറ്റും? ഇത് ലോങ് ടേമിൽ ഉള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കോപിക്കരുത്. കോപിച്ചാൽ നിങ്ങൾ പാപം ചെയ്യരുത്. അപ്പം എപ്പോഴും നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ആമേൻ നമ്മളൊന്ന് ചിന്തിക്കണം, ഞാനിതിന് മറുപടി പറയണോ? ഒന്ന് വെയിറ്റ് ചെയ്തിട്ടേ മറുപടി പറയുള്ളൂ. എടുത്തടിച്ച് മറുപടി പറയുന്ന സ്വഭാവം നല്ലതല്ല. 2 നല്ലവണ്ണം കേൾക്കണം. 3 ആത്മാവിൽ നമ്മൾ പതുക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ആരോട് സംസാരിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അവരെ ക്രിസ്തുവിൽ പണിയുന്ന വാക്കായിരിക്കണം നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു കോടതി മുറിയിലേക്ക് നോക്കുക. ഈ കോടതി മുറിയിൽ ഒരു ജഡ്ജി ഇരിപ്പുണ്ട്. ഈ ജഡ്ജി 2 വാദിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദങ്ങൾ കേൾക്കണം. 2 വക്കീലന്മാരായിരിക്കും വാദിക്കുന്നത്. ഇതൊന്നും കേൾക്കാതെ ജഡ്ജി അങ്ങ് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജഡ്ജി പറയുന്ന വിധിന്യായം തെറ്റായി മാറും. അതുകൊണ്ടാണ് ജഡ്ജി എന്ത് ചെയ്യുന്നത്? 2 പേരുടെ ഭാഗങ്ങളും കേൾക്കുന്നത്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം? കേട്ടിട്ട് വേണം നമ്മുടെ വായിൽ നിന്ന് മറുപടി വരാൻ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇടർച്ചകൾ കുറയാൻ കാരണമാകും, ബന്ധങ്ങൾ ശക്തിപ്പെടാൻ കാരണമാകും. ആമേൻ. നമ്മുടെ സാക്ഷ്യങ്ങൾ, വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. യേശുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയും. അപ്പോൾ ഒരു ജ്ഞാനമുള്ള വിശ്വാസി എന്ത് ചെയ്യും? വളരെ ശ്രദ്ധയോടെ കേൾക്കും. ആമേൻ. വളരെ ആലോചിച്ച് ചിന്തിച്ച് കണക്ക് കൂട്ടി സംസാരിക്കും. ദേഷ്യപ്പെടുന്നതിന് വളരെ താമസവുമായിരിക്കും. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിന്ന് കേട്ട ഈ വിസ്ഡം ഞങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ
ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആമേൻ നമ്മുടെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ, ആമേൻ. നമ്മുടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. കേൾപ്പാൻ വേഗത, പറയുവാൻ താമസം, കോപിക്കാൻ താമസം. വീട്ടിലുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.